നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ പടുതോൽവി ഏറ്റുവാങ്ങിയ CPM പിന്നീട് സൈബർ ഇടത്തിൽ കൊലവിളികളുമായി അണിനിരക്കുകയായിരുന്നു. എതിരാളികളെയെല്ലാം ഇനി തീർക്കും, ഇനി ശക്തമായ പ്രതിപക്ഷത്തെയാണ് കാണാൻ പോകുന്നത്, സതീശനും കൂട്ടരും വെട്ടി വിയർക്കും, UDFന്റെ മുഖ്യമന്ത്രി ആരായാലും അയാൾ കേരളം ഭരിക്കാൻ കുറച്ച് പാടുപെടും, ഇനി ഞങ്ങളുടെ വരവാണ്, ഇനി ഞങ്ങൾ കൊടി പിടിക്കാൻ ഇറങ്ങുന്നു, ഞങ്ങൾ വടിവാള് വീശും തുടങ്ങിയ ഒരുപാട് കൊലവിളികൾ നമ്മൾ കണ്ടു. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യവും കൂടി ഉണ്ടായിരുന്നു. ഈ CPMന്റെ സൈബർ ഗ്രൂപ്പുകൾ വെല്ലുവിളിച്ചവരുടെ കൂട്ടത്തിൽ മാധ്യമങ്ങളുണ്ടായിരുന്നു. അതായത് ചില മാധ്യമങ്ങളെ ഞങ്ങൾ സ്കെച്ചിട്ടിട്ടുണ്ട്, അവരെ തീർത്ത് കെട്ടാൻ ഞങ്ങൾക്കറിയാം എന്നുള്ള ഒരു മുന്നറിയിപ്പ്. ഇടതുപക്ഷത്തിൻ്റെ ഇത്തവണത്തെ തോൽവിയിൽ ഇവിടുത്തെ ചില മാധ്യമങ്ങൾ ശക്തമായി കളിച്ചിട്ടുണ്ട് എന്നാണ് CPM പറയുന്നത്. പ്രത്യേകിച്ച് CPMന്റെ സൈബർ ഗ്രൂപ്പുകളിൽ വെട്ടുകിളിക്കൂട്ടം വെല്ലുവിളിക്കുന്നതും പിണറായിയെ തീർക്കാനിറങ്ങിയ മാധ്യമങ്ങളെയെല്ലാം ഞങ്ങൾ തീർത്തു കെട്ടും എന്നാണ്. പിന്നെ ഇവരുടെ ശൈലിയാണല്ലോ ഇത്, എതിർക്കുന്നവരെ മുഴുവൻ തീർത്ത് കെട്ടുക, വടിവാളിന് വെട്ടി വീഴ്ത്തുക, 51 വെട്ടുക, അങ്ങനെ ഭീഷണികൾ ഒരുപാടുണ്ട് ഇവർക്ക്. മുൻപും മാധ്യമങ്ങളെ സ്കെച്ചിട്ട് തീർക്കുന്ന ഒരു രീതി പിണറായിക്ക് ഉണ്ടായിരുന്നല്ലോ. അന്ന് അൻവർ ആയിരുന്നു തെരുവ് ഗുണ്ടയായിട്ട് രംഗത്തേക്ക് ഇറങ്ങിയത്. അതായത് പിണറായി വിജയന് വേണ്ടി പിണറായിയെ എതിർക്കുന്ന ഒരു കൂട്ടം മാധ്യമങ്ങളെ ചെസ് നമ്പർ ഇട്ട് തീർക്കാൻ അന്ന് അൻവർ ഇറങ്ങിയത് നമ്മൾ കണ്ടതായിരുന്നല്ലോ. അന്ന് മുഖ്യധാരാ മാധ്യമങ്ങളെ മാത്രമായിരുന്നില്ല, ഓൺലൈൻ മാധ്യമങ്ങളെ ഉൾപ്പെടെ ഇവർ സ്കെച്ചിട്ടിരുന്നു. ചില ഓൺലൈൻ മാധ്യമങ്ങളെ ഞങ്ങൾ നോട്ടമിട്ടിട്ടുണ്ട് എന്നും CPMന്റെ സൈബർ ഗ്രൂപ്പുകളിൽ ഭീഷണികൾ മുഴങ്ങുന്നുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊപ്പം തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിൽ ചിലതിനെയും നോക്കി വെച്ചിട്ടുണ്ടെന്ന്. എന്തായാലും ഈ ഭീഷണി ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ CPMന്റെ സൈബർ വെട്ടുകിളിക്കൂട്ടം മാത്രമല്ല മാധ്യമങ്ങളെ സ്കെച്ചിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിലും മാധ്യമങ്ങളെ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. അതായത് തന്നെ അങ്ങ് മുച്ചൂടും തോൽപ്പിക്കാൻ ഇറങ്ങിയ ചില മാധ്യമങ്ങൾ ഇവിടെ ഉണ്ട്, അവരെ കണ്ടുകൊള്ളാം എന്നൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെയും പിണറായി വിജയന്റെ ആ ഒരു പോസ്റ്റിലൂടെയും വ്യക്തമാകുന്നത്. ഇവിടെ പിണറായി വിജയനെ അല്ല എതിർത്തത്, പിണറായി വിജയന്റെ ധാർഷ്ട്യത്തെയാണ്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ ഇവിടെ എതിർക്കാൻ ആരും വന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് പാർട്ടി സെക്രട്ടറിയുടെ ലെവലിലേക്ക് തരം താണാൽ, പാർട്ടി സെക്രട്ടറിയുടെ ധാർഷ്ട്യവും അഹങ്കാരവും പുറത്തെടുത്താൽ അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ആളൊന്നുമല്ലല്ലോ. വിമർശനങ്ങൾ നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും നിങ്ങളുടെ ഭാഗത്ത് പിഴവുകൾ ഉണ്ടാകുമ്പോൾ. ആ പിഴവുകളാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ നിങ്ങൾക്കൊരു അടി കിട്ടിയല്ലോ. അതായത് ജനങ്ങൾ മാത്രമല്ല നിങ്ങൾക്കെതിരെ വോട്ട് ചെയ്ത് നിങ്ങളെ തോൽപ്പിച്ചത്, ഇവിടുത്തെ CPMകാർ ഉൾപ്പെടെ നിങ്ങളെ ഇക്കുറി തോൽപ്പിക്കാൻ തന്നെയായിരുന്നു ഇറങ്ങിയത്. അതുപോലെ തന്നെയാണ് മാധ്യമങ്ങളും ഈ സർക്കാരിൻ്റെ, ഈ പാർട്ടിയുടെ കൈവിട്ട നീക്കങ്ങളെയാണ് വിമർശിച്ചത്. അത് ഭരണഘടനയുടെ 4ാം തൂണായ മാധ്യമങ്ങളുടെ ജോലിയല്ലേ, അവരതല്ലേ ചെയ്തുള്ളൂ. അതിന് ചെസ് നമ്പർ ഇട്ടങ്ങ് തീർക്കും, കൊല്ലും, തിന്നും എന്നൊക്കെയുള്ള ഭീഷണികൾ അത് വിലപ്പോകില്ല എന്ന് ഇനിയെങ്കിലും പിണറായി കൂട്ടർ മനസ്സിലാക്കുക. നിങ്ങളുടെ ഇത്തരം ഭീഷണികൾ കണ്ട് എല്ലാവരും അങ്ങ് ഭയക്കില്ല. പിണറായി വിജയന്റെ ഏകാധിപത്യത്തെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ വിമർശിച്ചത്. എന്തായാലും നമുക്ക് മുഖ്യമന്ത്രിയുടെ ആ ഒരു പോസ്റ്റ് കൂടി ഒന്ന് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും പിണറായി കൃത്യമായും ഇവിടുത്തെ മാധ്യമങ്ങളെ നോക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. പിണറായി മൗനം പാലിച്ചാലും പിണറായിയുടെ ശിങ്കിടികൾ ഈ മാധ്യമങ്ങളെ തീർക്കാനും അവരുടെ എതിരാളികളായ മാധ്യമ പ്രവർത്തകരെ തീർക്കാനും പല കളിയും ഇനി നടത്തും. നമുക്ക് ആ പോസ്റ്റ് ഒന്ന് നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ UDFനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തീർത്തും അപ്രതീക്ഷിതമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നിട്ടുള്ളത്. എല്ലാവിധ എതിർപ്രചാരണങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഇടയിലും LDFന് ജനങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. 3ാം വട്ടം തുടർച്ചയായി പ്രതീക്ഷിച്ച വിജയം കൈവിട്ടുവെങ്കിലും വലിയൊരു ജനവിഭാഗം LDFനൊപ്പം ഉറച്ചുവെന്നത് ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. LDFന് ഈ ജനവിധി ഒരു അവസാനമല്ല, മറിച്ച് തുടർച്ചയായ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള പുതിയ തുടക്കമാണ്. ജനങ്ങളുടെ വിശ്വാസം മെച്ചപ്പെട്ട നിലയിൽ വീണ്ടെടുക്കാനും കൂടുതൽ ശക്തമായി മുൻപോട്ട് പോകാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. കഴിഞ്ഞ 10 വർഷത്തിലുടനീളം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു എന്നത് നിസ്സംശയമാണ്. അവ നിലച്ചു പോകാതിരിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ശക്തമായ ജാഗ്രത തുടർന്നും ഉണ്ടാകേണ്ടതുണ്ട്.
നവകേരള നിർമ്മാണത്തിനായി LDF മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ, യുവജന തൊഴിൽ, സാമൂഹ്യനീതി, പൊതു ആരോഗ്യവും വിദ്യാഭ്യാസവും ഇവയെല്ലാം ഇനി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ശക്തമായി പ്രതിപക്ഷ നിലപാടിലൂടെ ഉറപ്പാക്കും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും സാമൂഹ്യ സുരക്ഷയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച നയങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമായവയാണ്. അവ നടപ്പിലാക്കുന്നതിനായി പുതിയ സർക്കാരിന്മേൽ ജനാധിപത്യ സമ്മർദ്ദം ചെലുത്തും. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ഏത് നല്ല നടപടിയെയും പിന്തുണയ്ക്കും. അതേസമയം ജനവിരുദ്ധമായ തീരുമാനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യും. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കുകയാണ് LDFന്റെ ലക്ഷ്യം. കേരളത്തിന്റെ മതനിരപേക്ഷതയും ബഹുസ്വരതയും സംരക്ഷിക്കുക എന്നത് LDFന്റെ അടിസ്ഥാന നിലപാടാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ചില സൂചനകൾ മതനിരപേക്ഷത സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ ആശങ്കപ്പെടുത്തുന്നതാണ്. BJP 3 സീറ്റുകൾ നേടിയത് ഗൗരവതരമാണ്. ഒരു വർഗീയതയോടും സന്ധി ചെയ്യാതെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ ഞങ്ങളുടെ പോരാട്ടം തുടരും. ഈ തെരഞ്ഞെടുപ്പിനിടയിൽ വ്യാപകമായ വ്യാജ പ്രചാരണങ്ങൾ നടന്നു എന്നത് മുൻപും പറഞ്ഞതാണ്. അതിൽ ചില മാധ്യമങ്ങൾ വഹിച്ച പങ്ക് ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. അർദ്ധസത്യങ്ങളെയും അതിശയോക്തികളെയും വസ്തുതാവിരുദ്ധ പ്രചാരണങ്ങളെയും ആശ്രയിച്ച അവതരണങ്ങൾ ജനാധിപത്യത്തിന് ഗുണകരമല്ല. എങ്കിലും ഈ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുകയാണ് പ്രധാനമെന്ന് LDF വിശ്വസിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം സമഗ്രമായി പരിശോധിക്കുവാനും എല്ലാ സഖാക്കളുടെയും അഭിപ്രായങ്ങൾ കേൾക്കാനും LDF തീരുമാനിച്ചിട്ടുണ്ട്. ജനാധിപത്യപരമായ തുറന്ന പരിശോധനകളാണ് ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പൊതുസമൂഹത്തിൽ നിന്നും സഖാക്കളിൽ നിന്നും ഉയരുന്ന ആശങ്കകളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഗൗരവ ബുദ്ധ്യാ പരിശോധിക്കും. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് തീരുമാനങ്ങളെടുക്കും. LDFന് വേണ്ടി 10,000-കണക്കിന് പ്രവർത്തകരാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അഹോരാത്രം പണിയെടുത്തത്. അവരെ അഭിവാദ്യം ചെയ്യുന്നു. ഞങ്ങളെ എതിർത്ത ശക്തികൾ, UDFന്, BJP, ചില മാധ്യമങ്ങളുടെ നിലപാട് ഇവയെല്ലാം ചേർന്നുണ്ടാക്കിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ ഫലമുണ്ടായത്. അരാഷ്ട്രീയ സ്വഭാവമുള്ള ചില കേന്ദ്രങ്ങളുടെ തെറ്റായ പ്രചാരണത്തിലും ചിലരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ട്. അവരെയൊക്കെ വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ ഗൗരവമായ ശ്രമം ഉണ്ടാകും. ഇങ്ങനെയാണ് മുഖ്യമന്ത്രി പങ്കുവച്ച ആ ഒരു പോസ്റ്റ്. ആ പോസ്റ്റിൽ എടുത്തെടുത്ത് മാധ്യമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഇടതുപക്ഷത്തിൻ്റെ തോൽവിക്ക്, പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ തോൽവിക്ക് ഇവിടുത്തെ മാധ്യമ വാർത്തകൾ ഒരു കാരണമായി. മാധ്യമങ്ങൾ അങ്ങ് താറടിച്ച് കാണിക്കാൻ ഇറങ്ങി, ഞങ്ങളെ മുച്ചൂടും കുഴിച്ചു മൂടാൻ മാധ്യമങ്ങളും പണിയെടുത്തു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. ഇവിടെയാണ് നമ്മൾ CPMന്റെ സൈബർ ഗ്രൂപ്പുകൾ ഉയർത്തുന്ന ഭീഷണിയെയും കാണേണ്ടത്. അതായത് ഞങ്ങൾക്കെതിരെ നിന്ന മാധ്യമ പ്രവർത്തകരെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്, അവസരം വരുമ്പോൾ ഞങ്ങൾ പണിയും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇത്. പിന്നെ മുഖ്യമന്ത്രി ഈ പോസ്റ്റിൽ പറയുന്നുണ്ടല്ലോ, ജനാധിപത്യപരമായ മുന്നോട്ട് പോക്കിന്. ഇവിടുത്തെ ജനങ്ങളും പറഞ്ഞുള്ളൂ, ഇവിടെ ജനാധിപത്യ ഭരണമാണ് ആവശ്യം, അല്ലാതെ ഏകാധിപത്യമല്ല എന്ന്. പിണറായി വിജയൻ ആ അഹംഭാവവും ധാർഷ്ട്യവും ഒക്കെ എടുത്തു മാറ്റിയിരുന്നുവെങ്കിൽ, ജനങ്ങളിൽ ഒരാളായി നിന്നിരുന്നുവെങ്കിൽ ഇപ്പോഴും അധികാരത്തിൽ തുടർന്നേനെ. തുടർഭരണം ഈസി ആയിട്ട് കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ പിണറായി വിജയൻ മാറി നിന്നുകൊണ്ട് ഒരു പിൻഗാമിയെ പ്രഖ്യാപിക്കാമായിരുന്നു. അതൊന്നും ചെയ്യാതെ വീണ്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങിയത് ജനങ്ങളെയും അതുപോലെ തന്നെ പാർട്ടിക്കാരെയും വല്ലാതെ വേവലാതിപ്പെടുത്തി. ഈ പാർട്ടി പിണറായിയുടെ കീഴിൽ മുച്ചൂടും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓരോ കമ്മ്യൂണിസ്റ്റുകൾക്കും തോന്നി. അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളെ തോൽപ്പിച്ചത്. ഇവിടെ മാധ്യമങ്ങൾ സത്യാവസ്ഥകൾ മാത്രമാണ് ചൂണ്ടിക്കാണിച്ചത്. നിങ്ങളുടെ അഹങ്കാരത്തെയും ഏകാധിപത്യത്തെയുമാണ് എതിർത്തത്. അത് മറ്റൊന്നിനും വേണ്ടിയല്ല, ഈ പാർട്ടിയെ തിരികെ പിടിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം കേരളമുണ്ടെങ്കിൽ ഇവിടെ CPMും വേണം, CPM ഇല്ലാതെ കേരളവുമില്ല. അതാണ് സത്യാവസ്ഥ. പക്ഷേ ഒരു കൂട്ടരെ അണിനിരത്തിക്കൊണ്ട് പിണറായി വിജയൻ ഈ പാർട്ടിയെ മുച്ചൂടും ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും പിണറായിക്ക് തെറ്റ് മനസ്സിലാകുന്നില്ല. തെറ്റ് മനസ്സിലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം പോസ്റ്റ് പങ്കുവച്ചപ്പോൾ അതിൽ കേരളത്തോട് നിങ്ങൾ മാപ്പ് പറയുമായിരുന്നു, ഈ പ്രസ്ഥാനത്തോട് നിങ്ങൾ മാപ്പ് പറയുമായിരുന്നു. ഇപ്പോഴും അധികാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ആ ഒരു കൊമ്പ് പിണറായിക്ക് ഒടിഞ്ഞിട്ടില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.